ഭരതപ്രതിഷ്ഠയാൽ ധന്യമായ മഹാക്ഷേത്രമാണ് ഇരിങ്ങാലക്കുടയിലെ കൂടൽമാണിക്യം ക്ഷേത്രം. ഉപദേവതയില്ലാത്ത, ദീപാരാധനയില്ലാത്ത വിഷ്ണു ക്ഷേത്രമാണെങ്കിലും പ്രദക്ഷിണം ശിവനെ പോലെ അപൂർണമായ ക്ഷേത്രമാണ്. നാലമ്പല ദർശനക്രമത്തിലെ രണ്ടാമത്തെ ക്ഷേത്രമാണ് കൂടൽമാണിക്യം. നാലമ്പല ദർശനത്തിൽ തൃപ്രയാറിൽ നിന്നും ഭക്തർ എത്തേണ്ടത് ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രത്തിലാണ്. ഭരതനാണ് വിഗ്രഹം, ഉപദേവതമാരില്ല. 3 കൈകളിൽ കോദണ്ഡം, ചക്രം, ശംഖ് എന്നിവയും അഭയമുദ്രയോടുകൂടിയതുമായ പ്രതിഷ്ഠ. ഇരുനില വട്ട ശ്രീകോവിൽ കിഴക്ക് ദർശനമായി നിലകൊള്ളുന്നു. പ്രതിഷ്ഠ ഭരതന്റേതെങ്കിലും പൂജകൾ മഹാവിഷ്ണുവിനാണ്. വിഗ്രഹത്തിൽ കണ്ട മാണിക്യകാന്തി പരിരക്ഷിക്കാൻ കായംകുളം രാജധാനിയിൽ നിന്നും കൊണ്ടുവന്ന മാണിക്യം വിഗ്രഹത്തിനടുത്തു വെച്ചപ്പോൾ അത് വിഗ്രഹത്തിൽ ലയിച്ചു ചേർന്നുവെന്നാണ് ഐതിഹ്യം. അന്നു മുതലാണ് കൂടൽമാണിക്യ ക്ഷേത്രം എന്നറിയപ്പെടുന്നതത്രേ. പൂജകൾക്ക് ചന്ദനത്തിരിയും കർപ്പൂരവും ഉപയോഗിക്കില്ല. ഉപദേവതയില്ല, ദീപാരാധനയില്ല. വിഷ്ണു ക്ഷേത്രമാണെങ്കിലും പ്രദക്ഷിണം ശിവനെപ്പോലെ അപൂർണം. ഇങ്ങനെ സംഗമേശന ചിട്ടവട്ടങ്ങളിൽ പോലും പ്രത്യേകതകൾ ഒട്ടനവധി. 6 തന്ത്രിമാരുള്ള കേരളത്തിലെ ഏക ക്ഷേത്രം കൂടിയാണ് കൂടൽമാണിക്യം. പുറപ്പെടാശാന്തിയാണ് ഇവിടെയുള്ളത്. താമരമാലയും വഴുതനങ്ങ നിവേദ്യവും മീനൂട്ടലുമൊക്കെ ഇവിടെ പ്രധാന ചടങ്ങുകളാണ്. താമരപ്പൂമാല ഭഗവാന് കൂടുതൽ പ്രിയമാണ്. താമരമാല ചാർത്തി പ്രാർത്ഥിച്ചാൽ സകല വിഘ്നങ്ങളും മാറിക്കിട്ടുമെന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിൽ ഉപദേവതകളില്ലെങ്കിലും തിടപ്പള്ളിയിൽ ഹനുമാനും വാതിൽമാടത്തിൽ തെക്കും വടക്കും ദുർഗയും ഭദ്രകാളിയും ഉണ്ടെന്നാണ് സങ്കല്പം. താമരയും തെച്ചിയും തുളസിയും മാത്രമേ ക്ഷേത്രത്തിൽ പൂജയ്ക്കായി ഉപയോഗിക്കുകയുള്ളൂ. തിടപ്പള്ളിയിൽ അവിലും പൂവൻപഴവും നേദ്യമുണ്ട്. ദുർഗയ്ക്കും ഭദ്രകാളിക്കും ഉത്സവകാലത്ത് മാത്രമാണ് നേദ്യമുള്ളത്. വഴുതനങ്ങ നിവേദ്യം ഈ കേരളത്തിലോ അല്ലെങ്കിൽ മറ്റ് ഒരു ക്ഷേത്രങ്ങളും ഇല്ലാത്ത ഒരു ഔഷധമാണ്. ഉദരസംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ഫലപ്രദമായിട്ടുള്ള ഒരു ഉത്തമ ഔഷധമാണ് നെയ്യിലും ഉപ്പിട്ട് നേദിച്ചിട്ടുള്ള ഈ വഴുതനങ്ങ നിവേദ്യം. അതുപോലെ ഒരു പ്രധാന വഴിപാടാണ് താമരമാല ചാർത്തൽ. ഭക്തജനങ്ങളുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കുന്നതിന് വേണ്ടി ധാരാളം ഭക്തജനങ്ങളാണ് താമരമാല ഈ ക്ഷേത്രത്തിൽ ഭഗവാനെ ചാർത്തുന്നതിന് വേണ്ടി രചിതാക്കുന്നത്. ക്ഷേത്രത്തിനു ചുറ്റും 4 വലിയ കുളങ്ങളുണ്ട്. ക്ഷേത്രത്തിനുള്ളിലെ കുളം കുലീബിനി തീർത്ഥം എന്നറിയപ്പെടുന്നു. ക്ഷേത്രത്തിലെ ആവശ്യത്തിന് മാത്രമേ ഇതിലെ ജലം ഉപയോഗിക്കുകയുള്ളൂ. ഈ ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിനകത്ത് 3 ഏക്കറോളം വിസ്തീർണമുള്ള വലിയൊരു കുലീബിനി തീർത്ഥം തന്നെയുണ്ട്. മീനൂട്ട് നടത്തുന്നതിനും ധാരാളം ആളുകൾ അതിനുവേണ്ടിയും ചീട്ടാക്കാറുണ്ട്. കേരളീയ വാസ്തുവിദ്യയുടെ പ്രത്യക്ഷ ഉദാഹരണമായ ഒരു കൂത്തമ്പലം ക്ഷേത്രതുല്യ പവിത്രതയോടെ നിലകൊള്ളുന്നുണ്ട്. രാമായണ മാസത്തിൽ വലിയ തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. അമൃത ന്യൂസ്, തൃശ്ശൂർ.